കാട്ടിൽ ഒരു മരത്തിൽ ദുഷ്ടനായ പക്ഷി ഉണ്ടായിരുന്നു, ഗോൾഡി പരുന്ത്. ഭാര്യ മിൻകി കഴുകന്റെ കൂടെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. മിൻകി എപ്പോഴും മൃഗങ്ങളെയും പക്ഷികളെയും സഹായിക്കാൻ എപ്പോഴും ഉണ്ടാവാറുണ്ടായിരുന്നു. ഇക്കാര്യം ഗോൾഡിക്ക് ഒട്ടും തന്നെ ഇഷ്ടമല്ലായിരുന്നു. നിനക്ക് മറ്റു പക്ഷികളെ സഹായിക്കാൻ ഒരുപാട് സമയമുണ്ട്. ഇങ്ങനെയൊക്കെ സഹായിച്ചിട്ട് അവസാനം എന്ത് കിട്ടാനാ? അല്ല അല്ല, ഈ കാട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാരും സഹായിക്കുമല്ലോ. നിങ്ങൾ മാത്രമേ ഉള്ളൂ ആരെയും സഹായിക്കാത്തത്. ഒരു രാത്രി മിൻകി എണീറ്റ് പറന്നൊരു സ്ഥലത്ത് പോയി. ഗോൾഡി അപ്പൊ കണ്ണു തുറന്നു. അവനും അവളുടെ പുറകെ അങ്ങ് പോയി. മിൻകി ചെന്നൊരു മലയുടെ അവിടെ നിന്നു. സുന്ദരിയായ മാലാകെ, ഞാൻ വന്നല്ലോ. അവിടെ അപ്പൊ ഒരു മാലാക പ്രത്യക്ഷപ്പെടും. മിൻകിയേ, നീ മറ്റുള്ളവരെ സഹായിക്കണ കണ്ടിട്ട് ഞാൻ നിനക്ക് ഒരു സമ്മാനം തരാനുള്ള പരിപാടിയിലാണ്. ഇത് പറഞ്ഞ് മാന്ത്രിക വടിയെടുത്ത് കറക്കി കയ്യിലൊരു പാത്രം പ്രത്യക്ഷപ്പെട്ടു. ഇതേ മാന്ത്രിക പാത്രമാണ്. ഇതിൽ നീ കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആഹാരം എന്തായാലും അത് ഈ പാത്രത്തിൽ പ്രത്യക്ഷപ്പെടും. ഒരുപാട് നന്ദിയുണ്ടേ. അങ്ങനെ മാലാക അപ്രത്യക്ഷമായി. ഈ പാത്രം ഞാൻ ഇവിടെ തന്നെ സൂക്ഷിച്ചു വെക്കാം. ആവശ്യമുള്ളപ്പോ എന്തായാലും ഇവിടെ തന്നെ വന്ന് ഉപയോഗിക്കാം ഞാൻ. മിൻകി ആ പാത്രം പൂന്തോട്ടത്തിൽ തന്നെ ഒളിപ്പിച്ചു വെച്ച് അവിടുന്ന് പോയി. ഇനി നല്ല രസമായിരിക്കും. ഗോൾഡി പരുന്ത് പാത്രത്തിന്റെ മുമ്പിൽ ചെന്ന് പറഞ്ഞു, മാന്ത്രിക പാത്രമേ, എനിക്കൊരു ആപ്പിള് തരൂ. അത് ആര് കഴിച്ചാലും അവർ ഊമയായി മാറണം. ആ പാത്രത്തിൽ അപ്പൊ തന്നെ ഒരു ആപ്പിള് പ്രത്യക്ഷപ്പെട്ടു. ഗോൾഡി അതും കൊണ്ട് അവിടെ നിന്ന് പറന്നുപോയി. അവൻ മീനുക്കിളിയുടെ മരത്തിന്റെ അവിടെ നിന്നു. എന്നിട്ട് ഒളിഞ്ഞു നോക്കി. മോളെ, ഞാനീ ബുൾബുൾ ചിറ്റയുടെ അവിടെ പോയിട്ട് വരാവേ. അവരുടെ കൂടൊന്ന് പൊട്ടിയിട്ടുണ്ട്. അതൊന്ന് ശരിയാക്കാനേ അവരൊന്ന് സഹായിക്കാൻ പോവാ. ശരി അമ്മ, അമ്മ പോയിട്ട് വാ, ഞാനിവിടെ ഇരുന്നോളാം. മീനുക്കിളി അവിടുന്ന് പറന്നുപോയി. ഗോൾഡി പരുന്ത് മരത്തിന്റെ മേലിൽ പോയി ആ ആപ്പിള് കൂട്ടിലേക്ക് ഇട്ടു. ഈ ആപ്പിൾ എവിടുന്നാ വന്നേ? ഇതെന്റെ ഫേവറേറ്റ് ഫ്രൂട്ട് ആണല്ലോ. അവൾ മോളിൽ നോക്കിയപ്പോ ഒന്നുമേ കണ്ടില്ല. എന്തെങ്കിലും ആവട്ടെ, എന്റെ കൂടിന്റെ അകത്ത് വീണതാണെങ്കിൽ ഇതെന്റെതാണേ. ചീനു നല്ല ആസ്വദിച്ച് ആ ആപ്പിൾ കഴിക്കാൻ തുടങ്ങി. കുറച്ചുനേരം കഴിഞ്ഞ് പെട്ടെന്ന് എന്റെ തൊണ്ടയ്ക്ക് ഇതെന്താ ഇത്ര വേദനിക്കുന്നേ? തൊണ്ടയ്ക്ക് വേദന വന്ന് ശബ്ദമില്ലാണ്ടായി. മീനുക്കിളി അപ്പോഴേക്കും അവിടെ എത്തും. എന്റെ പൊന്നു മോളല്ലേ ചീനു, ഞാൻ നിനക്ക് ആഹാരം കൊണ്ടുതരാവേ, കേട്ടോ? ചീനു വല്ലാണ്ട് കരഞ്ഞു. കാരണം എന്തൊക്കെയോ പറയാനുണ്ടായിരുന്നു. അത് കണ്ടപ്പോ മീനുനും മനസ്സിലായി അവൾക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന്. ഗോൾഡി വീണ്ടും പൂന്തോട്ടത്തിൽ വന്നു. എനിക്കൊരു മാംസ കഷ്ണം തരൂ. അത് കഴിക്കുന്നവന്റെ കണ്ണ് നഷ്ടപ്പെട്ടു പോകണം. ആ പാത്രത്തിൽ ഒരു മാംസം കഷ്ണം പ്രത്യക്ഷപ്പെട്ടു. ഗോൾഡി അതും കൊണ്ട് അവിടുന്ന് പറന്നുപോയി. അവൻ നോക്കിയപ്പോ കുറുക്കന്റെ മകൻ ഒറ്റക്കിരിക്കുകയായിരുന്നു. അവൻ ആ മാംസ കഷ്ണം മുമ്പിലോട്ട് ഇട്ടുകൊടുത്തു. കൊള്ളാലോ, മാംസ കഷ്ണം. എനിക്കാണെങ്കിൽ നന്നായി വിശന്നിരിക്കുകയായിരുന്നു. അവൻ ആ മാംസ കഷ്ണം നല്ല ആസ്വദിച്ച് തിന്നാനും തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോ കണ്ണിന്റെ കാഴ്ചയും പോയി. അയ്യോ, ഇത്ര പെട്ടെന്ന് എങ്ങനെ ഇരുട്ടായി മാറിയത്? എനിക്കൊന്നും തന്നെ കാണാൻ കഴിയുന്നില്ല. പയ്യെ പയ്യെ കാട്ടിലുണ്ടായിരുന്ന പിള്ളേർക്കൊക്കെ, അത് പക്ഷികളുടെ ആവട്ടെ മൃഗങ്ങളുടെ ആവട്ടെ, ചിലവർക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, ചിലർക്ക് കാണാൻ പറ്റുന്നില്ല. കാട്ടിലെ എല്ലാവർക്കും ഇതൊരു പ്രശ്നമായി തോന്നിയിട്ട് ഒരു സഭ തന്നെ വിളിപ്പിച്ചു. നമ്മുടെ കുഞ്ഞുങ്ങൾ വിഷമിക്കുന്നത് വളരെയേറെ പ്രശ്നമുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഒരുമിച്ച് നിന്നാലും ഇതിനെതിരെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങളുടെ കുട്ടികളുടെ അവസ്ഥയ്ക്ക് നിങ്ങൾ തന്നെയാണ് ഉത്തരവാദി. പരസ്പരം സഹായിക്കാനുള്ള നിങ്ങളുടെ ശ്രമങ്ങളിൽ നിങ്ങളെ കുട്ടികളെ ശ്രദ്ധിച്ചില്ല. അങ്ങനെ അവരെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥ വരില്ലായിരുന്നു. അതെ, ഗോൾഡി ശരിയാ പറയണത്. എന്റെ മകൾ ചീനൂന് ഇത് വരുന്നതിന് മുൻപായിട്ട് ഞാൻ ഈ ബുൾബുളിന്റെ വീട് ശരിയാക്കാൻ വേണ്ടി പോയിരുന്നു. എൻ്റെ മകൻ്റെ ശബ്ദം പോയ ദിവസം ഞാൻ ഈ കരടിയുടെ ഗുഹ വൃത്തിയാക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇന്നു മുതൽ ആരും മറ്റുള്ളവരെ സഹായിക്കരുത്. എല്ലാവരും അവനവന്റെ കുടുംബത്തിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. കാട്ടിലെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കണത് കണ്ട് ഗോൾഡിക്ക് സന്തോഷമായി.
ചിങ്കിക്ക് വളരെ സങ്കടമായിരുന്നു. അവൾ പറന്ന് പൂന്തോട്ടത്തിലെത്തിയപ്പോ ആ പാത്രം അവിടെ കാണുന്നില്ല. മാലാക തന്ന ആ പാത്രം എവിടെ പോയി? ഇവിടെ കാണുന്നില്ല. കാട്ടിലെ പിള്ളേർക്കൊക്കെ എന്തൊക്കെയോ കുഴപ്പങ്ങളും ഉണ്ട്. സുന്ദരിയായ മാലാകനെ വിളിപ്പിച്ചേ പറ്റൂ. ആകാശത്തേക്ക് അവളൊന്ന് നോക്കി. സുന്ദരിയായ മാലാകെ, എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട്. സുന്ദരിയായ മാലാകെ, എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട്. മണിക്കൂറോളം വിളിച്ചതിന് ശേഷമാണ് സുന്ദരിയായ മാലാക പ്രത്യക്ഷപ്പെട്ടത്. അതെ, എന്താ ഇത്ര വിഷമത്തിലിരിക്കുന്നത്? നമ്മുടെ കാട്ടിലെ പിള്ളേർക്ക് പ്രശ്നമുണ്ട്. ചിലവർക്ക് കണ്ണ് കാണുന്നില്ല, എന്നാൽ ചിലവർക്ക് ശബ്ദമില്ല, ചിലവർക്ക് നടക്കാൻ പറ്റുന്നില്ല. ഞാൻ നിനക്ക് തന്ന ആ മാന്ത്രിക പാത്രം നീ എന്താണ് ഉപയോഗിക്കാത്തത്? ആരും കാണാതെ അത് ഞാൻ ഈ പൂന്തോട്ടത്തിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പൊ അത് കാണുന്നില്ല. എനിക്ക് തോന്നുന്നത് ആ പാത്രം കാണാതായതിന്റെ കാരണവും പിള്ളേർക്കൊക്കെ ഈ ബുദ്ധിമുട്ട് വന്നതിന്റെ കാരണവും അതൊരാളാണ്. ഞാൻ കണ്ടുപിടിക്കാം. ഇപ്പം മാന്ത്രിക പാത്രം എടുത്ത ആളെ ഇവിടെ പ്രത്യക്ഷപ്പെടണം. മാലാക മാന്ത്രിക വടിയെടുത്ത് കറക്കിയതും ഗോൾഡിയും ആ പാത്രവും ഒരുമിച്ച് അവിടെ വന്നു. അല്ല, ഞാൻ ഇവിടെ എങ്ങനെ എത്തി? ഗോൾഡി, നീയോ? ഇത് നീയാണോ ചെയ്തത്? ഞാൻ നിന്നോട് പറയാൻ പോവായിരുന്നു. ഗോൾഡി പരുന്തേ, നീ എല്ലാവരുടെ മുമ്പിൽ നിന്റെ തെറ്റ് സമ്മതിക്കേണ്ടതാണ്. എല്ലാ പിള്ളേരെയും നീ തന്നെ ശരിയാക്കണം. അതിനുവേണ്ടി ഞാൻ നിനക്ക് ഇന്ന് വൈകുന്നേരം വരെ സമയം തരാം. നീ അതിനു മുമ്പ് ചെയ്തില്ലെങ്കിൽ ഞാൻ നിന്നെ ഉറുമ്പാക്കി കളയും. അയ്യോ, വേണ്ട വേണ്ട, ഞാൻ എല്ലാവരോടും സത്യം പറയാം. കുട്ടികളുടെ പ്രശ്നങ്ങളും മാറ്റിക്കോളാം. മാന്ത്രിക പാത്രമേ, എനിക്ക് കുറച്ച് പഴങ്ങൾ തരൂ. അത് കഴിച്ചാൽ കുട്ടികളുടെ അസുഖം ഭേദമാവണം. അപ്പോഴേക്കും മാന്ത്രിക പാത്രത്തിൽ ഒരുപാട് ഫലങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. ഗോൾഡി ആ ഫലങ്ങൾ കൊണ്ടുപോയി ഓരോ പിള്ളേർക്കും കൊണ്ടുകൊടുത്തു. എല്ലാ പിള്ളേരും ആ ഫലം കഴിച്ചു. അമ്മ, എന്റെ ശബ്ദം തിരിച്ചു വന്നു. അമ്മേ, ഇപ്പൊ എനിക്ക് എല്ലാം കാണാം. എല്ലാവർക്കും എല്ലാം തിരിച്ചു കിട്ടി. എല്ലാരും സന്തോഷത്തോടെ തിരിച്ച് ഗോൾഡിയുടെ വീട്ടിലെത്തി. ഗോൾഡി പരുന്തേ, നിനക്ക് ഒരുപാട് നന്ദിയുണ്ട്. നീ ഞങ്ങളുടെ കുട്ടികളുടെ അസുഖങ്ങളെല്ലാം മാറ്റി. നന്ദിയുണ്ട് സുഹൃത്തുക്കളെ. എന്തായാലും ഇത് പറയേ, ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയത് ആരാണ്? ഇത് കേട്ട് ഗോൾഡി പേടിച്ചുപോയി. പക്ഷെ എന്തു തന്നെയായാലും സത്യം നേരിട്ടേ പറ്റുള്ളെന്ന് മനസ്സിലായി. ഇത് പറയാനായി എനിക്ക് ഒരുപാട് ഭയമുണ്ട്. പക്ഷേ അത് ഞാൻ തന്നെയാ. എന്ത്? നീ എന്തിനാ ഇങ്ങനെ ചെയ്തത് ഗോൾഡി? ഞാൻ ആഗ്രഹിച്ചത് നിങ്ങളെല്ലാവരും പരസ്പരം സഹായിക്കുന്നത് നിർത്തണമെന്നാ. നിങ്ങൾ എന്നെ പോലെ ജീവിക്കണമെന്നാ. അതാ ഞാൻ അങ്ങനെ ചെയ്തത്. ഇത് കേട്ടപ്പോ മൃഗങ്ങൾക്ക് എല്ലാവർക്കും നല്ലോണം അവനോട് ദേഷ്യമായി. ഗോൾഡി ചേട്ടാ, നിങ്ങൾ ഞങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടല്ലോ. ഞങ്ങൾക്ക് വേണ്ടി എന്തൊക്കെയാ ചെയ്തേക്കുന്നത്? അതുകൊണ്ട് ഞങ്ങളതിന് സമ്മാനം തരണ്ടേ? അല്ല, വേണ്ട വേണ്ട വേണ്ട, നോ താങ്ക്സ്. എല്ലാരും ഗോൾഡിയുടെ അടുത്തേക്ക് പോയി. അവന്റെ നിലവിളി കാട് മൊത്തം കേൾക്കാൻ തുടങ്ങി. എന്നെ വിടൂ, എന്നെ ഉപദ്രവിക്കല്ലേ, കൊല്ലല്ലേ. അടുത്തു നിന്നിരുന്ന മാലാകയും ചിങ്കിയും ഗോൾഡിയുടെ നിലവിളി കേട്ട് പൊട്ടി പൊട്ടി ചിരിക്കാൻ തുടങ്ങി. കൂട്ടുകാരെ, തിന്മ നമ്മൾ എത്ര ചെയ്താലും പക്ഷെ നന്മ ചെയ്യുന്നിടത്തോളം വരില്ല മറ്റൊന്നും.